നമസ്കാരം. ശ്രീകൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണം വീട്ടിൽ ചെയ്യുകയാണ്. രാവിലെ 3 മണിക്ക് ആരംഭിച്ച് ഇടയിൽ അമ്പലങ്ങളിൽ പോകുന്നതും മറ്റുള്ള എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് പാരായണം തുടരുകയാണ്. സ്വർഗാരോഹണമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ സമർപ്പിച്ചുകൊണ്ട് സ്വർഗാരോഹണം പാരായണം ചെയ്യുകയാണ്. ഓം നമോ സമ്പൂർണ്ണ പാരായണത്തിൽ സ്വർഗാരോഹണം. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഭൂഭാരം തീർത്തൂതൻ മന്ദിരം തന്നീലെ ശോഭാവാനായി നിന്ന കാർവർണ്ണൻ താൻ പിന്നെയും ഓരോരോ കാര്യങ്ങളോർത്തങ്ങു തന്നിലേ നന്നീനാനന്നൊരു നാൾ മന്നിട ഭാരം ഞാൻ എല്ലാമേ പോക്കീനി എന്നല്ലോ ചിന്തിച്ചു നിന്നീതിപ്പോൾ ഏതുമേ പോയതില്ലെന്നതേ തോന്നുന്നു. യാദവന്മാരുടെ തിന്മ കണ്ടാൽ ഇന്നിവർ തന്നെ അടക്കി നിന്നിടുവാൻ മണ്ണിലും വിണ്ണിലും ആരുമില്ലേ. പാലിച്ചു പോരുന്നോരെന്നെ എങ്ങോർക്കുമ്പോൾ കാലനും കൂടി നടുങ്ങുമത്രേ. അന്യന്മാരായുള്ള മന്നവന്മാർ വന്നു ജിന്നന്മാരാക്കുന്നു പിന്നെയല്ലോ. രക്ഷിച്ചു നിന്നായി പോരുന്ന ഞാൻ തന്നെ ഭക്ഷിക്ക എന്നതും വന്നുകൂടാ. തങ്ങളിൽ വമ്പുറ്റു വൈരവും പൊങ്ങിച്ചു തങ്ങളിൽ തല്ലിപ്പൂവെന്നെയാവൂ എന്നതിനുള്ളൊരു ഹേതുവെന്തുപോൽ എന്നങ്ങു ചിന്തിച്ച നിന്ന നേരം മാരതൻ മുമ്പായ മാമുനിമാരെല്ലാം ദ്വാരക തന്നിലെഴുന്നള്ളുമ്പോൾ ക്രീഡിച്ചു നിന്നുള്ള ബാലകന്മാരെല്ലാം ഓടിച്ചെന്നങ്ങവർ ചാരത്തപ്പോൾ നാരീതൻ വേഷത്തിൽ പാരാതെ പൂകിച്ച വീരനായുള്ളൊരു സാമ്പൻ തന്നെ തോൽപ്പിക്ക വേണമീ മാമുനിമാരെന്ന് ആത്മനി ചിന്തിച്ചു നിന്നു ചൊന്നാർ. അർഭകൻ തന്നെയും കാമിച്ചു നിന്നൊരു ഗർഭിണി താനിവളുണ്ടോ കണ്ടു എന്തിവൾ എന്നു പേറുന്നതെന്നിങ്ങനെ ചിന്തിച്ചു ചൊല്ലേണം നിങ്ങളിപ്പോൾ. ഇങ്ങനെ കേട്ടുള്ള മാമുനിമാരെല്ലാം പൊങ്ങിന കോപവും പൂണ്ടു ചൊന്നാർ. ധീരയമേവുന്നു നാരി പേറുന്നൊരു ഘോരമായുള്ളൊരു വൻമുസലം സംശയമില്ലിതു മൂലമായി നിങ്ങൾ തൻ വംശവും കൂടി മുടിഞ്ഞുകൂടും. ചില്ലില പൂണ്ടുള്ള ധന്യന്മാരിങ്ങനെ ചൊല്ലി നിന്നങ്ങു നടന്ന നേരം കൈതവമെന്നായ പൈതങ്ങൾ ചിന്തിച്ചു കൈകളും തച്ചു ചിരിച്ചു ചൊന്നാർ. നന്മുനിമാരുടെ നൽമലം മൂലമായി നന്മകനുണ്ടായി സാമ്പനിപ്പോൾ മംഗലം വേരറ്റ ബാലന്മാരിങ്ങനെ തങ്ങളിൽ ചിന്തിച്ചു നിന്ന നേരം നോക്കുന്നതെന്നങ്ങു ചൊല്ലി നിന്നിടിനാകുലനായിന സാമ്പനപ്പോൾ എന്തതിൻ കാരണമെന്നങ്ങു ചിന്തിച്ചു മന്ദരായി എല്ലാവരും നിൽക്കുമപ്പോൾ നിന്നൊരു സാമ്പൻ്റെ നാഭിയും പൊട്ടിച്ചു വന്നതു കാണായി വൻമുസലം എന്നതു കണ്ടുള്ള ബാലന്മാരെല്ലാം നേരിന പേടിയും പൂണ്ടു ചൊന്നാർ. നന്മുനിമാരുടെ ചൊല്ലെല്ലാം ഇങ്ങനെ ഉണ്മയായി ചെഞ്ചമ്മി വന്നിതല്ലോ. നിന്തു നമുക്കിപ്പോൾ ഇങ്ങനെ തോന്നുവാൻ അന്ത്യമം കാലമിതെന്നു വന്നു. പാരിലെ ലോകരി പാപികളെന്നൊഴിച്ചാരുമേ ചൊല്ലാരി നമ്മിലിപ്പോൾ ഇങ്ങനെ ചൊന്നതു തന്നെയും കൈക്കൊണ്ടു മന്ദിരം തന്നിലും ചെന്നു ചൊന്നാർ. മാമുനിമാരുടെ ശാപത്തെ കാൺമാൻ ഈ മാപാപിമാരായ ഞങ്ങൾ മൂലം യാദവന്മാരതു കണ്ടൊരു നേരത്തു ഖേദവും പൂണ്ടു നുറുങ്ങു നേരം മൂക്കിന്മേൽ കൈവച്ചു നോക്കി നിന്നിടിനാർ മൂടന്മാരെ പോലെ കാർവർണ്ണൻ താൻ. ഉഗ്രമായുള്ളൊരു ശാപത്തെ കാണുകയാൽ വ്യഗ്രനായി നിന്നുള്ളൊരു ഉഗ്രസേനൻ കമ്മാരെ കൊണ്ടെന്നു രാഗിച്ചു നിന്നുടൻ തന്മയിൽ നിന്നുള്ളൊരന്മുസലം ആഴികൾ തന്നിലങ്ങാക്കി നിന്നിടിനാൻ ശേഷിച്ചു നിന്നൊരു ഖണ്ഡത്തെയും നിർമ്മല സാഗരെ വീണുള്ള ചൂർണമി ഊർമികൾ കൊണ്ടു വിതക്കയാലെ തീരത്തു നിന്നു മുളച്ചതു കാണായി തേരകമെന്നൊരു പേരുമായി ഗണ്ണത്തെ വീണതു കണ്ടൊരു നേരത്തു മണ്ടിച്ചെന്നങ്ങൊരു മീനമപ്പോൾ വായിക്കൊണ്ടു ചാലെ വീഴുങ്ങിന നേരത്തങ്ങൂക്കനായുള്ളൊരു ദാസനപ്പോൾ ഓട്ടമാണ്ടിയിടും ആ മീനത്തെ തന്നെയും കൂട്ടമായി കൂടി പീഡിച്ചു. പിന്നെ കാട്ടാളനായിട്ടു കാഴ്ചയെ നൽകി ഞാൻ കാട്ടൂടെ പോകുമ്പോൾ എന്നതിനെ
ഭക്ഷണം കണ്ടവൻ അക്ഷണം ചെന്നുജൻ പക്കണം തന്നിലും പൊക്കു പിന്നെ ഭീതിയെടുത്തതിലുള്ളൊരു രോഹത്തെ കീറിയെടുത്തതു കൊണ്ടു പിന്നെ യോഗ്യമായുള്ളൊരു മാർഗണം നിർമ്മിച്ചാൻ മാർഗമായക്കുവാൻ തന്നെ വിണ്ണിൽ പണ്ട് വന്നിടുന്നോരിണ്ടലെ പോക്കുന്ന കൊണ്ടൽ നിർവർണ്ണൻ താൻ തന്നെ നേരെ ശാപത്തെ കൊണ്ടുള്ളൊരാപത്തെ ചിന്തിച്ചു വ്യപിച്ചു നിന്നുള്ള രോഗരുമായി എന്തിനി ചെയ്വതിന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടന്തരെ പോലങ്ങായി ആയിക്കൊണ്ടാർ ശേഷിച്ചു നിന്നൊരു ഭാരവും ചെഞ്ചമ്മെ ശോഷിച്ചു കൂടിയായി എന്നു നന്ദി ഭാരം തെളിഞ്ഞൊരു ഉള്ളവുമായവൻ ദ്വാരക തന്നിൽ വിളങ്ങും കാലം അംബോജ സംഭവൻ ജമ്പാരി മുമ്പായുൾ ലംബരുമായി വന്നമ്പരത്തിൽ സംഭാഷിച്ചമ്പോടു തുമ്പോലും വാക്കുകൊണ്ട് അംബോജ നേത്രനെ വാഴ്ത്തി നിന്നാൽ. ഇനി കുറേ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗങ്ങളാണ്. എല്ലാവരും ഭഗവാനെ ഓരോരോ രീതിയിൽ ഓരോരോ ശൈലിയിൽ വന്ദിക്കുന്ന ഭാഗങ്ങളാണ്. ഭഗവത് സ്തുതികളാണ് പാരായണം ചെയ്യുവാനുള്ളത്. ഇപ്പോൾ വൈകുന്നേരം 7:30 മണിയായി. പാരായണം തുടരുകയാണ്. വേദങ്ങളായൊരു പാദവൻ തന്നെ മീതെ നിറഞ്ഞൊരു ചെന്തളിരായി അമ്പിന നിമ്പാദമമ്പോടു സന്തതം കുമ്പിട്ടു കൂപ്പുന്നേൻ തമ്പുരാനെ കേവലനായൊരു നിന്നുടെ വൈഭവമാവതല്ലേതുമേ വാഴ്ത്തുവാനോ ഏറ്റം തെളിഞ്ഞെന്നെ പാലിച്ചു കൊള്ളേണം പോറ്റി എന്നേ ഞാനും ചൊല്ലാവല്ലോ. എള്ളിൽ നിറഞ്ഞുള്ളൊരെണ്ണയെപ്പോലെയും ഉള്ളിൽ നിറഞ്ഞു ജഗത്തിലെങ്ങും സന്തതം നിന്നൊരു നിന്നെയും കാണാതെ അന്തരായല്ലിതോരി ആരിപ്പാരിൽ തോയങ്ങൾ തോറും വിളങ്ങി നിന്നിടുന്ന തോയജ വല്ലഭൻ എന്ന പോലെ ജാതങ്ങളായുള്ള ഭൂതങ്ങളുള്ളിലെ ചേതനയായോനെ കൈതൊഴുന്നേൻ. ആദ്യങ്ങളായുള്ള വാക്യങ്ങൾ കൊണ്ടെങ്ങും വേദ്യനായുള്ളതു നീതാനല്ലോ. പാരെല്ലാം ഉണ്ടാവാൻ കാരണം നീയല്ലോ. പാലിച്ചു നിന്നതും നീതാനല്ലോ. കേടുവരുന്നതിൻ കാരണം നീയല്ലോ. കേവലനായതും നീതാനത്രേ. ഇന്ദ്രനായി നിന്നതും ചന്ദ്രനായി നിന്നതും ചന്ദ്രകലാധരനായതും നീ. മന്ത്രമായി നിന്നതും തന്ത്രമായി നിന്നതും ചിന്തിച്ചു കാൺകിൽ മറ്റാരുമല്ലേ. അന്തന്നതാകിലും വൈഭവമോർക്കില കാണാവതല്ല ഓം ശ്രീകൃഷ്ണായ നമ. അന്തണരോതുന്ന വേദമായി നിന്നതും അന്തമില്ലാതൊരു നീതാനത്രേ. ഓർക്കുന്നതാകിലിന്ന ഉന്നുടെ വൈഭവം ആർക്കുമേ കാണാവതല്ല ഹേതും. ഏതൊരു വേലയ്ക്കും ബന്ധമില്ലാത്ത നീ ബന്ധമുണ്ടെന്നതു തോന്നിക്കുന്നു. 9 വാതിലുള്ള അമ്പലം തന്നിൽ പുക്കമ്പു പൊഴിഞ്ഞു വസിച്ചു ചെമ്മേ സന്തതം സ്ഥലം തന്നെ എനിക്കുള്ളതെന്നതും അമ്പലമായതു താനിൽ നിന്നും സന്തതം ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുവാനായി രണ്ടാന്നു നിന്നെ പകുത്താൻ പിന്നെ ഊണുമുറക്കം തുടങ്ങിനതെല്ലാമേ വേണമൊരുത്തനു പാർത്തു കണ്ടാൽ മറ്റവനായ നിനക്കു നനയ്ക്കുമ്പോൾ മുറ്റും വിളക്കുമാറു ഏറ്റുവേണ്ട. 12 മാടങ്ങൾ മേന്മേലെ 12 നിന്നിരിപ്പും ഓരോരോ വേല തൊട്ടോരോരോ നേരത്തു കീഴേ വരുന്നതുമുണ്ടു താനും. കാര്യം ഓരോന്നെ ചിന്തിച്ചുറപ്പാനായി ചാരത്തു 4 എപ്പോഴും തന്നിൽ വരുന്നോരെ പാരാതെ ചൊൽവാൻ തൻ മുന്നിലുണ്ടൈവരുണർന്നു നന്നായി. വീടുപണിക്കു മറ്റൈവരുണ്ടിങ്ങിനെ വാട്ടമകന്നു നിന്നെപ്പോഴും സഞ്ചരിച്ചിടുവാൻ ചഞ്ചലാരായി നിന്നഞ്ചു പേരുണ്ടതിൽ തഞ്ചിയെന്നും മൂട്ടിൽ മുളച്ചങ്ങു 3 മേവി നിന്നോട്ടയാം വള്ളി തന്നുള്ളിലെ പോയി നീളപ്പുറത്തുമകത്തുമായി എങ്ങനെ മേളത്തിൽ നിന്നവർ സഞ്ചരിപ്പു. മധ്യത്തിൽ നിന്നുള്ള വള്ളി തന്നൂടെ പോയി എത്തി നിന്നിരിപ്പിൽ അവഴി തന്നെ അറിഞ്ഞു നിന്നിടുവാൻ ദിവ്യരായുള്ളവരേറ്റമില്ലേ. അമ്പലം വീണു പൊളിഞ്ഞു നിന്നിടുമ്പോൾ അമ്പിനോടഞ്ഞ അമ്പലത്തിൽ പിന്നെയും പോകുന്നോരെന്തതിൻ കാരണമെന്നതു ചൊല്ലുവോരെ കണ്ടില്ലെങ്ങും. മായ തൻ വൈഭവം എന്നുണ്ടു ചൊല്ലുന്നു മാന്യന്മാരായുള്ള മാമുനിമാർ. അങ്ങനെയാകിലതങ്ങനെയാകട്ടെ ഞങ്ങൾക്കോ ഛേദമില്ലൊന്നും ഓർത്താൽ. നിന്നുടെ വൈഭവം കാണരുതെന്നതോ നിർണയിച്ചിടിനേൻ പണ്ടേ. അന്നീനവെല്ലാമീ നിങ്ങിനെ പോകട്ടെ.
വേണ്ടതോ ചൊൽക വേണ്ടു. അംബുജം തന്നെ ഡംബരം പോക്കുന്ന നിൻപാദം പങ്കമറ്റെങ്ങളുള്ളിൽ അമ്പിന്നിടുന്നൊരമ്പർ അമ്പു നീ നൽകുവാൻ കുമ്പിടുന്നേൻ ചെമ്മേ തമ്പുരാനേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ഗുരുവായ മൊഴി കൊണ്ടു ഗുരുവായ പരം തന്നെ പരീചോടു പുകണ്ണവർ തളർന്ന നേരം പെരിയോരു പുരുഹൂതനരികെ ചെന്നുണർത്തിനാൻ ഹരിയായോർ ഹരിയോടു വിരവോടപ്പോൾ അവനീതൻ കനമെല്ലാം അഴകോടങ്ങകന്നുതായി ഇനി നിന്റെ മനക്കാമ്പിൽ നിനവെന്തിപ്പോൾ മനുജന്മാർ നയനങ്ങൾ കൊതി കൊള്ളും തിരുമേനി ഇനിയുമിങ്ങവനിയിൽ വസിക്കുമാറോ ഒരിക്കലും മനക്കാതിൽ തനിക്കു കാണരുതാതെ മറക്കാതൽ തന്നിൽ വച്ചു മറയ്ക്കുമാറോ ഒരിക്കൽ നിന്തിരുക്കാലിങ്ങരക്കാൽ നാഴിക നേരം മറക്കാതെ മനക്കാമ്പിൽ ധരിക്ക വേണം കനത്തിൽ വന്നടുത്തിടും മനസ്താപം കുളിർപ്പാൻ മറ്റൊരുത്തനുണ്ടിവനെന്നു നിനക്കൊല്ലാതെ അനൽപമായി പലപ്പോൾ വന്നഴൽപ്പാടങ്ങകറ്റുവാൻ പവൽപാദം തന്നിൽ ചെമ്മേ തലപ്പെട്ടേൻ ഞാൻ ജനിപ്പോരു വിനപ്പാടും മരിപ്പോരു വിനപ്പാടും ഇനിപ്പോരു മിനയ്ക്കെന്നു നിനയ്ക്കാകേണം ചെറുപ്പമായിരുന്ന നാൾ ചെറുപിള്ളർ പലരുമായി പുറത്തോരു വനത്തിൽ പോയി ചിലപ്പോഴെല്ലാം മനക്കാതൽ മയക്കും നീ കളിക്കും കളി കാൺമാൻ കൊതിക്കുന്നു ഇനിക്കോ ഇന്നിരിക്കണ്ണല്ലോ ഉമിണ്ണവായി മലർത്തേനും അമിണ്ണോരു നിലം തന്നിൽ കമിണ്ണു നീ ഉരുണ്ടങ്ങു പിരണ്ട നേരം അണഞ്ഞു വന്നഴിഞ്ഞുന്നു പുണർന്നില്ലെന്നതുകൊണ്ടു പിണങ്ങിടുന്നകക്കാമ്പിൽ കനമാലിപ്പോൾ മരണം വന്നണഞ്ഞിടും വ്യസനം വന്നുഴന്നിടും കരണങ്ങൾ തളർന്നങ്ങു വരുന്ന നേരം ശരണമായി മുനികൾക്കു മരുവും നിൻ ശരണങ്ങൾ മരണമാലകറ്റുമാറരുളിടേണം ജഗദീശ വര നിന്നുടഗതിയായി മരുവും ഞാൻ ജളത പുണ്ടളവേപ്പ പറഞ്ഞതെല്ലാം നമുക്കുള്ളോനിവൻ താനെന്നതു നണ്ണിപ്പൊറുക്കേണം നമസ്കാരം 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 നിനക്കെപ്പോഴും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പുതിയ ചൊൽ കൊണ്ടു പുരുഷൻ തന്നെയ പുരുഹൂതൻ നിന്നു പുകണ്ണപ്പോൾ മുദിതരായുള്ള മുനികളെല്ലാം പുതിയ ചൊൽ കൊണ്ടു പുരുഷൻ തന്നെയ പുരുഹൂതൻ നിന്നു പുകണ്ണപ്പോൾ മുദിതരായുള്ള മുനികളെല്ലാം മുകിൽ വർണ്ണൻ തന്നെ പുകണ്ണാര് അരുതീതും നിന്റെ ചരിതങ്ങൾ കുരയ്ക്കാനയോ മുകിൽ പുതിയ ചൊൽ കൊണ്ടു പുരുഷൻ തന്നെയ പുരുഹൂതൻ നിന്നു പുകണ്ണപ്പോൾ മുദിതരായുള്ള മുനികളെല്ലാം മുകിൽ വർണ്ണൻ തന്നെ പുകണ്ണാരേ അരുതീതും നിന്റെ ചരിതങ്ങൾ കുര ചെയ്യുവാനയ്യോ മുകിൽ വർണ്ണ മറകളായും നൽപൊരുളായും പിന്നെ മറഞ്ഞല്ലോ നീ താൻ മരുവുന്നു ദഹനനായതും തപനനായതും പവനനായതും പരനേ നീ അവനീയായതും ഗഗനമായതും അഴകിൽ വാണിടും പരനേ നീ അരുണനായതും വരുണനായതും കരുണക്കാതലേ പരനീയേ
മദനനായി ചെന്നു മനതാരിൽ നിന്നു മനിലരാക്കുന്നു ചിലരെ നീ. അകതാരിൽ നല്ലൊരറിവായി നിന്നിട്ടങ്ങഴത്തീർത്തിയിടുന്നു ചിലർക്കെല്ലാം. സമനായി മേവുന്ന യമനായി നിന്നങ്ങു കൊമയൂട്ടിയിടുന്നു ചിലരെ നീ. നരകമായൊരു കടത്തന്നിൽ നിന്നു കരയേറ്റിയിടുന്നു കനിവോടെ. ചരണതാരിൽ വന്നടിമയായി പുക്കുമരുവുമെങ്ങളിൽ നിനവെന്തേ. കുസുമം തന്നീലെ മണം പോലെ നിന്നു ഭുവനങ്ങളെങ്ങും നിറഞ്ഞോനെ. കടികൊൾക്കെങ്ങൾ തൻ മനക്കാമ്പിൽ വന്നു കുവലയം വെല്ലും നിറത്തോനെ. മരണമുണ്ടിനി വരുവാനെന്നോർത്തു പരനെ മാഴ്കുന്നു മനമയ്യോ. കഴൽ തോഴുന്നേ നിൻ കനിവുണ്ടാകേണം കരുണക്കാതലെ വിരവോടെ. കമല തന്നുടെ കരതളിർത്തന്നാൽ കലിതമായൊരു കഴലെന്നിൽ വിലസേണം ചെമ്മേ മറവില്ലാതൊരു മകുരം തന്നിലെ മുഖം പോലെ. നെടിയോരന്തകൻ കെടുതായോർകളെ കടുതായല്ലോ വന്നണയുന്നു. കമലക്കൺമുന കനിവോടെങ്ങളോടണയേണ്ടും കാലം അണഞ്ഞുതേ. ഇനിയുമെങ്ങൾക്കു ജനനി തന്നൂടെ ജഡരം പോവാനു മടിയുണ്ടേ. അതിനു നിന്നുടെ കരുണയില്ലായിൽ കഴിവില്ലേതുമേ കടൽ വർണ്ണ. പരനെ നിന്നുടെ ചരണപ്പൂമ്പൊടി പലപ്പോഴുമെങ്ങൾ തല തന്നിൽ മരുവിടേണമേ. പിറവിയുണ്ടാകിൽ മലർമാതിൻ മാറു പുണർവോനേ. പെരുതായുള്ളൊരു ദുരിതവാരീതി തരണമെങ്ങൾക്കു തരവേണം. അതിനു നിന്നുടെ ശരണസേവയാം അരിയൊരു തോണി അരുളേണം. അടിമയായി പുക്കോരിവരെ ഞാനെന്നും വെടിയുന്നീലെന്ന നിനവാലേ. അഴത്തീർത്തിയിടും നിൻ കഴൽ ചേർപ്പൊരു കനിവുണ്ടാകേണമിനിയയ്യോ. രുദ്രരും വരനാഗഭൂഷണ മുദ്രിതാംഗരായുടൻ ഭസ്മധൂളി ധരിച്ചു വന്നിങ്ങു പത്മനാഭനെ വാഴ്ത്തിനാർ. ഓം തത്സത്. ഒരുപാട് സ്തുതികളുണ്ട്. അടുത്തത് രുദ്രരുടെ സ്തുതി. ക്ഷീരസാഗര വാരിരാശിയിൽ നാഗവീരവരാസനെ താരിൽ മാതൊടു കൂടി മേവിന നിരതായ ദലോചന. നീരുലാവിന നീരതാവലി നീരെഴും തവ പൂവൽമേ. പാരമുള്ളിലെഴുന്നു തോന്നുക ഘോരപാതക ശാന്തയെ. പാരിടത്തിലുരത്തു നിന്നൊരു ഭാരമമ്പൊടു പോക്കുവാൻ പാരിൽ വന്നു പിറന്നിതെന്നതു ചെരുവില്ലതു ചെഞ്ചമ്മേ. പാരിടത്തെ അകത്തെടുത്തൊരു ചാരു നിന്നുടൽ തന്നെ പാരിടത്തിൽ പിറന്നുതെന്നതു ചെരുവില്ലതു ചെഞ്ചമ്മേ. പാരിടത്തെ അകത്തെടുത്തൊരു ചാരു നിന്നുടൽ തന്നെയും ആദരിച്ചു ധരിച്ചു നിന്നിതു മെതിനിക്കു പൊറുക്കുമോ. നാമരൂപമകന്നു നിന്നൊരു നാഥനെ നളിനേക്ഷണ. നാരദാദിപി നാരദം തവ നാമരൂപമുപാസ്മഹേ. വീതരാഗമുനീന്ദ്രവന്നിത ബോധരൂപദയാനിധേ. വീക്ഷണാന്തമിതെന്നിൽ നൽകുക മോക്ഷദം കരുണാസ്പദം. ഏവമന്നതു ദൂരമായതിൽ മേവി നിന്നൊരു ദേവനെ. വേദനാവലി വേർപ്പെടുപ്പൊരു പാദസേവ വഴങ്ങനാം. ധാരണാദികളാദരിച്ചെഴുമാരണാദികളാദരാൽ ഘോരരായ കൃതാന്ത കിങ്കരർ വരണായ വനാന്തരേ. നിന്നു നീതിയിൽ ഉണ്ണിൽ നണ്ണിന നിൻപദം നിഖിലേശ്വര. ഊനമറ്റു തെളിഞ്ഞു തോന്നുക മാനസേ മദനാലസേ. കേശവാദികൾ നാമമാണ്ടെഴുമീശ നിന്നയനാഞ്ചലം. ക്ലേശപാശ വിനാശമെങ്ങളിലേശുമാറരുളേണമേ.
ദേവദേവതയാനിതേ തവ ചേവടിത്തണൽ കേവലം പാതകാപകശാന്തയേ മമ നാഥ നൽകുക സാദരം. വൃഷ്ണിവീരവിരിഞ്ചവന്നിത കൃഷ്ണരാമകൃപാംബുദേ പുഷ്കരേക്ഷണപൂരിതാഖില നിഷ്കളാത്മപദേ നമഃ. വേദസാരവിനോദനേ നമോ വേദപാലകനേ നമഃ. വേദവേദികൾ വേദ്യനേ നമഃ വേദമായവനേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉത്തമകാന്തി എത്തുയിരുന്ന നിത്യനെ നീതിയോടെ ഭക്തി പൊഴിഞ്ഞു ചിത്തമൊഴിഞ്ഞു രുദ്രർ പുകണ്ണ നേരം. അശ്വികളെന്നു വിശ്രുതരായി മിശ്രിതരായ വാനോർ അച്യുത സേവ ചെയ്വതിനായി നിശ്ചലനായി പുകണ്ണാർ. സന്തതമാണ്ട ബന്ധുരകാന്തി ചിന്തിയെഴുന്ന നിന്മേ അന്തികമാളും അന്തകഭീതിയുന്തിയകറ്റുവാനായി. അന്ധത കൊണ്ടു മന്ദത പൂണ്ടു മന്മനക്കാമ്പു തന്നിൽ സുന്ദരമായി നിന്നു വിളങ്ങുതെന്നു തൊഴുന്നു മേന്മേൽ. ഭാരതമായ പോരിലിഴഞ്ഞു വീരത പൂണ്ടമർന്നോർ നേരില്ലയാത ധീരത പൂണ്ടു പോരു തുടങ്ങുമപ്പോൾ. പാർത്തനിൽ മേവും ആർത്തികളഞ്ഞു തേർത്തടമാണ്ട നിന്നെ ചീർത്തെഴുമല്ലൽ തീർപ്പതിനായി വാഴ്ത്തി വണങ്ങി നിന്നേൻ. വിണ്ടരലുള്ളിൽ ഇണ്ടൽ തിരണ്ടു മണ്ടി വരാത വണ്ണം കണ്ടുകൊള്ളേണം മണ്ടൽ കളഞ്ഞു കൊണ്ടൽ നിർവർണ്ണനെ നീ. നിഷ്കളമായ നിൻകഴലെന്നിൽ നിൽക്കുമാറാകവേണം ഉൾക്കടമായി നിത്യമെഴുന്ന ദുഷ്കൃതി പോവതിനായി. ഭക്തി പൊഴിഞ്ഞു മാമുനിമാർക്കു മുക്തി കൊടുത്ത നാഥ ദുസ്ഥിതി ചേർക്കു മത്തൽ കളഞ്ഞു ചിത്തമൊഴിഞ്ഞു മേന്മേൽ. എത്തുക വന്നു മൃത്യുപുരത്തിൽ അത്തൽപ്പെടാതെ വണ്ണം സങ്കടമായ വൻകടൽ തീർത്തു തൻകരയേറ്റുവാനായി. നിങ്കനിവായ ജംഗകളൂക്കും പങ്കജലോചന നീ വൻകനിവാണ്ടു നൽകുമതിന്നു ശങ്ക കൊടുക്കല്ലാതെ. മന്ദത പൂണ്ടു നിന്നെ മറന്നു സുന്ദരിമാരുമായി നന്ദനലീല സന്തതമാണ്ടു നിന്നിതരായ ഞങ്ങൾ. ചെന്നിനി വീണു വന്നരകത്തിൽ നിന്നൊഴലുന്ന കാലം ഓംകൃതി പൂണ്ടു കിങ്കരർ വന്നു ശങ്ക കളഞ്ഞു ചാലേ. ചെങ്കനൽ തന്നിൽ ഞങ്ങളെ വീട്ടു സങ്കടമാക്കുമപ്പോൾ പങ്കജമങ്ക കങ്കണമാണ്ട തൻകര പങ്കജത്താൽ. ചുംബിതമായ നിൻപദമന്നു വൻതുണയാകവേണം പിന്തുണയോർക്കിൽ അന്തകനാഥ നിൽതണലിന്നീയില്ലേ. കൈതവമറ്റു നിൻകഴൽ വന്നു കൈതൊഴുതോരു പുണ്യം എങ്ങളിൽ വന്നു തങ്ങുക വേണമിങ്ങിനി മേലിലെന്നു. ഖേദിതരായ മേദിനി തൻ്റെ വേദന തീർത്തു നന്നായി ആദരവോടു ഭാരമിറക്കി നീതിയിൽ വെപ്പതിനായി. വൃഷ്ണികളാണ്ട ഭൂമിയിൽ വന്നു കൃഷ്ണനായി നിന്ന നിന്നെ വമ്പെഴുമല്ലൽ തൺപെടുമാറി തമ്പൊടു കുമ്പിടുന്നേൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനിയും ഒരുപാട് പാരായണം ചെയ്യാനുണ്ട്. ഇപ്പോൾ തന്നെ 8 മണിയായി. സന്ധ്യ 8 മണി, വൈകുന്നേരം 8 മണിയായി. രാവിലെ 3 മണിക്ക് ആരംഭിച്ചതായിരുന്നു. പിന്നീട് അടലായമ്പലത്തിലെ പാരായണം, ശിവേശ്വരം പാരായണം, മറ്റിടയിൽ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ പാരായണ സമാപനത്തിലേക്ക് എത്തുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.